ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 PSC ചോദിച്ചിട്ടുള്ള കേരള ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ടെലിഗ്രാം ചാനലിനെ കുറിച്ചാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ നോക്കൂ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1792 ശ്രീരംഗം പട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയെന്ന ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഓക്കെ, ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1924 അപ്പൊ 28 അല്ല. അപ്പൊ എ ഓപ്ഷൻ തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 അപ്പൊ അത് മൂന്നും കറക്റ്റ് ആണ്. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. എ ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. നമ്മുടെ സി ആണ് ഇവിടുത്തെ ആൻസർ. ബി, സി, ഡി എന്നിവ ശരി. വൈക്കം സത്യാഗ്രഹം 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ഓക്കെ ആണല്ലോ. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. TK മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇത് കറക്റ്റ് ആണ്. TK മാധവൻ നേതൃത്വം നൽകി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ നമ്മളോട് ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവൻ നേതൃത്വം നൽകി. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഓക്കെ, അപ്പൊ 1, 3, 4 എന്നിവയാണ് ശരി. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ഇവിടെ കൊടുത്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റും തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. അപ്പൊ 4 തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇത്രയാണ് തന്നിട്ടുള്ളത്. കുണ്ടറ വിളംബരം 1809 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം 1932 ഓക്കെ ആണല്ലോ. ഇനി മലയാളി മെമ്മോറിയൽ 1891 ഗുരുവായൂർ സത്യാഗ്രഹം എപ്പോഴാണ്? 1931 അല്ലെ. അപ്പൊ ഇനി കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആദ്യം നടന്നത് ഏതാണ്? അത് കുണ്ടറ വിളംബരമാണ്. ഒന്നാമത് കുണ്ടറ വിളംബരം.
രണ്ടാമത് മലയാളി മെമ്മോറിയൽ ആണ് നടന്നിട്ടുള്ളത്. മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം. ഇവിടെ തന്നിട്ടുള്ളതിൽ നാലാമത് നടന്നിട്ടുള്ളത് നിവർത്തന പ്രക്ഷോഭമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്തത് ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും സംഘടനകളുമാണ് തന്നിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻസ് നോക്കാം. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. ഇനി പൊയ്കയിൽ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ 3 കണക്ട് ചെയ്തു. ഇനി വാഗ്ബടാനന്ദന്റേതാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ബടാനന്ദനാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. ഓക്കെ ആണല്ലോ. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഓക്കെ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. നോക്കിക്കേ, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവ ദശകം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവ ദശകം എന്നിവ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഈ കാലഗണന ചോദിക്കുന്നത് PSCയുടെ സ്ഥിരം ചോദ്യരീതി ആയിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ചോദിച്ചിട്ടുള്ളത്. കുളച്ചൽ കലാപം 1741 കുളച്ചൽ യുദ്ധം 1741 കുണ്ടറ വിളംബരം നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു 1809 ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം. ഇനി ശ്രീരംഗപട്ടണ ഉടമ്പടിയോ? അത് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. അപ്പോൾ കാലഗണനാ ക്രമം എങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും നോക്കിക്കേ. അപ്പൊ ഇതിൽ ആദ്യം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം. അതിനുശേഷം കുളച്ചൽ യുദ്ധം വരുന്നു. അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഓക്കെ. നാലാമതായിട്ടാണ് കുണ്ടറ വിളംബരം വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇയേഴ്സ് ഒക്കെ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? നമ്മൾ ഫസ്റ്റ് കണ്ട ചോദ്യത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളോട് ഉത്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്? 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. അപ്പൊ ഈ വർഷം ഓർത്തിരിക്കുക, എന്താണ് കാര്യം എന്ന് ഓർത്തിരിക്കുക, ഭരണാധികാരിയെയും കണക്ട് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 വെല്ലൂർ കലാപം നടന്നത്. വെല്ലൂർ കലാപം നടന്ന വർഷമാണ് 1806. 1806 വെല്ലൂർ കലാപം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്,
1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അത് നമുക്കറിയാം അല്ലെ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്താലേ ഇത് തെറ്റാതെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. ഒന്നാമത്തേത് മാത്രമാണ് തെറ്റിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ 2, 3, 4 എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? വനത്തിൽ വെച്ച് നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തതേത്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തവ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് നോക്കൂ. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, വേദാധികാര നിരൂപണം, അരുൾനൂൽ. ഏതാണ്? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം. അഭിനവ കേരളവും ആത്മവിദ്യാ കാഹളവും വാഗ്ഭടാനന്ദന്റേതാണെന്ന് നമുക്കറിയാം. നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണെന്നും നമുക്കറിയാം. ഇനി അടുത്തത് അരുൾനൂലാണ്. അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടേതുമാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് അരുൾനൂൽ. പിന്നെയുള്ളത് ബാക്കി 2 ഓപ്ഷൻസ് ആണ്. നോക്കുക. ആത്മാനുതാപവും ഇടയ നാടകങ്ങളും അതുപോലെ നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ എന്നിവ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ. അപ്പൊ നമ്മളോട് പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ സി 2, 4 ആണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാം. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ എന്നിവ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടുന്നവയാണ്. പെടാത്തവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം എന്നീ വാഗ്ഭടാനന്ദന്റെ കൃതികളും വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയും അരുൾനൂൽ എന്നത് വൈകുണ്ഠസ്വാമിയുടെ കൃതിയുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയി കുളച്ചൽ യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. കാലഗണന പ്രകാരം ക്രമീകരിക്കാനായിട്ടുള്ള അടുത്ത ചോദ്യം എത്തിയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം ഏതാണ് വർഷം? 1924,
ചാന്നാർ ലഹള 1859. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, ഓർത്ത് ശ്രദ്ധിച്ച് എഴുതാം കേട്ടോ, മാറിപ്പോരുതേ. ചാന്നാർ ലഹള 1859. പാലിയം സത്യാഗ്രഹം 1947. ക്ഷേത്രപ്രവേശന വിളംബരവും അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും, 1936. ഓക്കെ, 1936 കേട്ടോ ക്ഷേത്രപ്രവേശന വിളംബരം. കാലഗണന അനുസരിച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വരിക? ആദ്യം വരുന്നത് ഏതാണ്? ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള, ഒന്നാമത് ചാന്നാർ ലഹള വരും, പിന്നീട് വൈക്കം സത്യാഗ്രഹം വരും, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, അവസാനമായിട്ട് ഇവിടെ തന്നതിൽ വരുന്നത് പാലിയം സത്യാഗ്രഹവുമാണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചാന്നാർ ലഹള 1859, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936, അതുപോലെ പാലിയം സത്യാഗ്രഹം 1947 വരുന്നത്. ഓക്കെ ആണല്ലോ. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിഭായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലഗണന ക്രമത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, ഇവിടെ വർഷം നോക്കിയില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ആദ്യം മൃഗബലി നിരോധിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് മൃഗബലി നിരോധിച്ചു. രണ്ടാമത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അതേ തുടർന്നാണ് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. PSCയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒന്നാമതായിട്ട് മൃഗബലി നിരോധിച്ചു, പിന്നീട് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, അതേ തുടർന്ന് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. ഓക്കെ, മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഇത്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ 12, 1936. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1. 1924 നവംബർ 1 സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം 1947-48 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നമ്മൾ പറഞ്ഞു 1932 1932 നിവർത്തന പ്രക്ഷോഭം. പട്ടിണി ജാഥ 1936 1936 പട്ടിണി ജാഥ വരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിലാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. പട്ടിണി ജാഥ 1936. നിവർത്തന പ്രക്ഷോഭം 1932.
പാലിയം സത്യാഗ്രഹം 1947-48 അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ 1599 അധ്യക്ഷനാര്? ഉദയം പേരൂർ സുന്നഹദോസ് 1599 അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. നോക്കാം. മലബാർ കലാപം നടന്നത് 1921 1921 മലബാർ കലാപം നടന്നത്. മലബാർ കലാപം അന്വേഷിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിച്ചത്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള നിർണായക പരിഷ്കാരങ്ങൾക്ക് കാരണമായിട്ടുള്ള കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അപ്പൊ മലബാർ കലാപം അന്വേഷിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിഭായ് ആണ്. ഗൗരി പാർവതിഭായ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30 1805 നവംബർ 30. അടുത്ത ചോദ്യം. താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. നോക്കിക്കേ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് ഇയറാണ്? ഇപ്പൊ ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ പഠിച്ചല്ലേ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം 1947. ചാന്നാർ കലാപം എന്നാണ്? ചാന്നാർ കലാപം 1859 1859 ചാന്നാർ കലാപം. കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം അറിയാണ്ട് നമുക്കിത് എന്തായാലും കാലഗണനാക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നോക്കി ഈ ഓപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടംകുളം സമരം 1946 1946 കുട്ടംകുളം സമരം. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു കേട്ടോ ഈ കുട്ടംകുളം സമരം എന്ന് പറയുന്നത്. അപ്പോൾ കാലഗണന അനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ആദ്യം ചാന്നാർ കലാപമാണ് വരുന്നത്. രണ്ടാമത് ഗുരുവായൂർ സത്യാഗ്രഹം വരും. ഗുരുവായൂർ സത്യാഗ്രഹം. അതിനുശേഷം നോക്കിക്കേ കുട്ടംകുളം സമരമാണ് മൂന്നാമത് വരുന്നത്. പിന്നീട് പാലിയം സത്യാഗ്രഹം. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് പോലീസും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലായിരുന്നു അത്. ആണോ? അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ല. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സ്ഥാപിതമായി. അങ്ങനൊരു കാര്യവും പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. തിരുവിതാംകൂറിനെ അമേരിക്കൻ മാതൃകയിലുള്ള ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെയായിരുന്നു ഈ സമരം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ? തിരുവിതാംകൂറിനെ അമേരിക്കൻ മാതൃകയിലുള്ള ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെയായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. നാലാമത്തേത് കൂടി നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചു. ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതിന്? ഇല്ല. അപ്പൊ ഇത് തെറ്റാണ്. നമ്മളോട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം.
കേരളത്തിലെ കല്ലുമാല സമരത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ശരിയായത് ഏതാണ്? കല്ലുമാല സമരം മറ്റുള്ളവരെ പോലെ ഏത് ആഭരണങ്ങളും ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. കല്ലുമാല സമരം മറ്റുള്ളവരെ പോലെ ഏത് ആഭരണങ്ങളും ധരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചായിരുന്നു ഇത്. കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചായിരുന്നു കല്ലുമാല സമരം നടന്നത്. ധീവര സമുദായമല്ല, പകരം ഏതായിരുന്നു? പുലയർ സമുദായമായിരുന്നു കേട്ടോ. പുലയർ സമുദായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. പുലയർ സമുദായത്തിന്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് മൂന്നാമത്തത് തെറ്റാണ്. കല്ലുമാല സമരം മറ്റുള്ളവരെ പോലെ ഏത് ആഭരണങ്ങളും ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. കൊല്ലം ജില്ലയിലെ പെരിനാട്ട് വെച്ചായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. പെരിനാട്ട് ലഹള എന്നും ഈ ഒരു സമരം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏത് സമുദായത്തിൽപ്പെട്ടവരെ നേതൃത്വത്തിൽ നടത്തിയ സമരമായിരുന്നു? പുലയ സമുദായം നേതൃത്വം നൽകിയിട്ടുള്ള സമരമായിരുന്നു കല്ലുമാല സമരം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 തെറ്റായിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇതേ ചോദ്യം ഇപ്പോൾ നമ്മൾ 3ാമത്തെ തവണയാണ് ആവർത്തിച്ച് കാണുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് 1949. ഈ ഒരു സെറ്റിലെ അവസാനത്തെ ചോദ്യമാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതെല്ലാം തന്നെ 2024 PSC ചോദിച്ചിട്ടുള്ളവയായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പഠിക്കുക. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.